ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിയർ സിമ്പിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോളിഫ്ലവർ വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു കോളിഫ്ലവർ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറി തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് ഇത് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ വളരെ ചെറിയൊരു കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. എൻ്റെ നൈബറിന്റെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായ ഒരു കോളിഫ്ലവർ ആണ് കേട്ടോ ഇത്. ഈ ഒരു ചെറിയ കോളിഫ്ലവർ വെച്ചിട്ട് നമുക്ക് 2-3 പേർക്കൊക്കെ കഴിക്കാനുള്ള തോരൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഇലയൊക്കെ ഒന്ന് മാറ്റി ഇതിന്റെ ഫ്ലവർ മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിതിവിടെ ഫ്ലവർ മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോളിഫ്ലവറിന്റെ ഏതൊരു ഐറ്റം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോളിഫ്ലവറിൽ എപ്പോഴും പുഴുക്കൾ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുന്നേ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പൊ നമ്മളിതിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വളരെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ചോപ്പറിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോളിഫ്ലവർ ഞാനിവിടെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ്. സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരൽപ്പം കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് മുഴുവനായും പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ജീരകവും അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ തോരൻ ഉണ്ടാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിക്ക് പിടിച്ചു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കണം. 1 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ തോരൻ ഇവിടെ റെഡിയായി. ഇനി നിങ്ങൾ കോളിഫ്ലവർ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഒരു തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.